എങ്ങനെയുണ്ട് ആചാര്യ വിശേഷങ്ങൾ? മകനെ പ്രതാപ, എഴുന്നേൽക്കൂ. വരൂ, അച്ഛന്റെ മടിയിലിരിക്കും. സുഖം തന്നെയല്ലേ മകനെ? ഗുരുകുല വിദ്യാഭ്യാസം എങ്ങനെ പോകുന്നു? ശരി. ഇതുവരെ ആചാര്യന്മാരിൽ നിന്ന് പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്തെന്ന് അച്ഛനെ പറഞ്ഞു തരൂ. നാരായണൻ 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ വിരാട പുരുഷനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. കാരുണ്യവാനായ ഭഗവാന്റെ പാദസേവനമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ആചാര്യ, കേട്ടില്ലേ നമ്മുടെ മകൻ പറയുന്നത്? നമ്മുടെ വർഗശത്രുവായ ശ്രീഹരിയുടെ നാമമാണ് അവൻ ഉച്ചരിക്കുന്നത്. ഇതാണോ നിങ്ങൾ ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്നത്? ക്ഷമിച്ചാലും രാജൻ, ഇതൊന്നും ഞങ്ങൾ പഠിപ്പിച്ചതല്ല. അവൻ സ്വമേധയാ പറയുന്നതാണ്. ഞങ്ങൾക്കറിയില്ല അവൻ എങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചതെന്ന്. സ്വമേധയാ പഠിച്ചതാണ് പോലും. നാണമില്ലേ നിങ്ങൾക്ക് ഇത് പറയാൻ? നീ നമ്മുടെ കുലത്തിൽ ജനിച്ചത് നമുക്ക് ലജ്ജ തോന്നുന്നു. എന്റെ മകനാണെന്ന് പറയാൻ പോലും നിനക്ക് യോഗ്യതയില്ല. ആരാവിടെ? ഇവനെ നീ ജീവിക്കാൻ യോഗ്യതയില്ല. ഇവനെ ആ മലമുകളിൽ കൊണ്ടുപോയി താഴേക്ക് എറിഞ്ഞ് കൊന്നു പറയും. ഹിരണ്യകശിപു വിഷ്ണു ഭക്തനായ പ്രഹ്ലാദനെ പല പ്രകാരത്തിലും കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ തൻ്റെ ഭക്തന്റെ സംരക്ഷണ ചുമതല സ്വയം ഏറ്റെടുത്ത ഭഗവാൻ പ്രഹ്ലാദനെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുന്നു. ഹിരണ്യകശിപുവിന് ഭഗവാനോടും ഭഗവാന്റെ ഭക്തനായ പ്രഹ്ലാദനോടും ഉള്ള കോപം ആരുടെ സാന്ത്വന വാക്കുകൾ കൊണ്ടും കുറയ്ക്കാൻ സാധിച്ചില്ല. ഭക്ത പ്രഹ്ലാദനാണെങ്കിൽ വിഷ്ണു ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു. ഒരു സന്ധ്യാസമയത്ത് അന്ധനായ ഹിരണ്യകശിപു പ്രഹ്ലാദനെ വിളിക്കുന്നു. ഓം നാരായണായ നമഃ. നീ എന്തുകൊണ്ട് നമ്മുടെയും ഗുരുക്കളുടെയും ആജ്ഞ ധിക്കരിച്ച് നമ്മുടെ ശത്രുവായ വിഷ്ണുവിന്റെ നാമം ഉച്ചരിക്കുന്നു? അച്ഛാ, ലോക സൃഷ്ടനായ ഭഗവാൻ ആരുടെയും ശത്രുവല്ല, എല്ലാവരുടെയും സുഹൃത്തും ബാന്ധവനുമാണ്. ആ ഭഗവാന്റെ നാമം ജപിക്കുന്നതിനേക്കാൾ വേറെ ശ്രേഷ്ഠമായ പുണ്യകർമ്മം വേറെ ഇല്ല. നീ അസുരകുലത്തിന് കളങ്കം വരുത്തുന്നവനാണ്. എന്റെ മകനായതിൽ ഞാൻ ലജ്ജിക്കുന്നു. നിനക്ക് നീ മാപ്പില്ല. നീ ജീവിച്ചിരിക്കേണ്ടതില്ല. വരൂടെ, നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. ഈ ഗതയുടെ പ്രഹരം കൊണ്ട് നിന്നെ ഞാൻ ഇന്ന് തന്നെ അനന്തപുരിക്ക് അയക്കുന്നതായിരിക്കും. നിന്റെ വിഷ്ണുവിന് ശക്തിയുണ്ടെങ്കിൽ കാണട്ടെ. എവിടെ നിന്റെ വിഷ്ണു? അച്ഛാ, ലോകശ്രേഷ്ഠനായ ഭഗവാൻ സ്നേഹസമ്പന്നനാണ്, സ്നേഹമയനാണ്, സർവവ്യാപിയാണ്. എവിടെയവൻ? ഇവിടെയുണ്ടോ? ഇവിടെയുണ്ടോ? ഈ തൂണിലുണ്ടോ? ഈ തൂണിൽ നിന്റെ വിഷ്ണു ഉണ്ടോ? എങ്കിൽ കാണട്ടെ നിന്റെ വിഷ്ണു വന്ന് നിന്നെ രക്ഷിക്കുന്നത്.
നരസിംഹഭഗവാന്റെ ക്രോധം രക്ഷിച്ചില്ലേ? ഞങ്ങൾക്ക് ആർക്കും നരസിംഹഭഗവാന്റെ ക്രോധം ശമിപ്പിക്കാനാവുന്നില്ല. അതിനാൽ നീ ഭാരമണിയിച്ച് നരസിംഹഭഗവാന്റെ ക്രോധം ശമിപ്പിച്ചാൽ നിനക്ക് എന്തു വരമാണ് വേണ്ടത്? ചോദിച്ചുകൊള്ളൂ. പ്രഭു, എനിക്ക് യാതൊരു വരവും വേണ്ട. അങ്ങയോടുള്ള ഭക്തി മാത്രം മതി. വത്സ, നിന്നെന്നും നിന്റെ ശുദ്ധഭക്തി നിലനിൽക്കും. എന്തെങ്കിലും വരം ആവശ്യപ്പെട്ടുകൊള്ളൂ പ്രഹ്ലാദ. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛൻ വളരെ ക്രൂരനായിരുന്നു. എങ്കിലും എന്റെ അച്ഛൻ നൽകണം. പ്രഹ്ലാദ, നിന്റെ ശുദ്ധഭക്തി കൊണ്ട് 7 ജന്മം മുകളിലേക്കും 7 ജന്മം താഴേക്കും ഉള്ള എല്ലാവർക്കും മോക്ഷം നൽകി കഴിഞ്ഞിരിക്കുന്നു. नरसिंहदेव भगवान की।
നരസിംഹ അവതാര ലീലയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സത്യം സത്യം നിജഭൃത്യഭാഷിതം. ഭഗവാന്റെ ഭക്തനായ ആ ഭൃത്യനായ പ്രഹ്ലാദ മഹാരാജാവിൻ്റെ ആ വാക്കുകൾ സത്യമായി പാലിക്കാനായിട്ട് ഭഗവാൻ ഒരു എമർജൻസി ഇൻകാർണേഷൻ എടുത്തതാണ് ആ തൂണിൽ നിന്ന്. കാരണം പ്രഹ്ലാദനോട് ചോദിച്ചു, ഈ തൂണിലുണ്ടോ എന്നുള്ളത്. ആ പറഞ്ഞ വാക്ക് സത്യമായി ഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ തൂണിൽ നിന്നും വെളിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്, അല്ലേ? ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്നുള്ളത്. ആ ഭഗവാന്റെ വാക്കുകളും സത്യമാവണ്ടേ? അപ്പോൾ ആ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് ഈ ലീലയിലൂടെ മനസ്സിലാക്കി തരികയാണ്. ശ്രീ പ്രഹ്ലാദൻ അസുരകുലത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും ആ അമ്മയുടെ വയറ്റിൽ നിന്ന് ആ ഭഗവാന്റെ ആ നാരദമുനിയിൽ നിന്നും ആ ഭഗവത് കഥകൾ കേട്ടതിൽ കൊണ്ട് പ്രഹ്ലാദൻ പരമഭക്തനായിട്ടാണ് വെളിയിലേക്ക് വരുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ അവതാര ലീലയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ എല്ലാത്തിൻ്റെയും വിഘ്നങ്ങളെ അകറ്റുന്ന ഭഗവാനാണ് ശ്രീ നരസിംഹദേവ് ഭഗവാൻ, അല്ലേ? ആ നരസിംഹ ഭഗവാന്റെ സന്നിധിയിൽ തന്നെ നമുക്ക് ഇന്ന് ഈ അവതാര ലീല അവതരിപ്പിക്കാൻ സാധിച്ചത് തന്നെ മഹാപുണ്യം. ഹരേ കൃഷ്ണ.